ഹേ ഗൈസ്, അപ്പോൾ ഇത് ഡേ 2 ഓഫ് അവർ ഹണിമൂൺ ആണ് കേട്ടോ. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്നുള്ളത്. അതെ, ഞങ്ങൾ പോണത് മനാലിയിലോട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ 9 മണിക്കാണ് നമ്മൾ മനാലിയിൽ എത്തിയത്. എന്ത് ഭംഗിയാണെന്നറിയോ, നമ്മൾ ഈ ഫോട്ടോസിലും വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കണേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ടണലുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ മണാലി പോകണം എന്നുള്ളത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് പോയ സ്ഥലം മണാലി തന്നെയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് പോകണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ആയിരുന്നത്. ഞാൻ റൂം ടൂറും അതുപോലെ തന്നെ അവിടുന്ന് കഴിച്ച ഫുഡും ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഇറങ്ങി കേട്ടോ. അപ്പോൾ ആദ്യം പോയത് മനു ടെമ്പിളിലാണ്. നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ഓൾമോസ്റ്റ് 1 കിലോമീറ്റർ നടക്കാനുണ്ടാവും. അങ്ങനെ നമ്മൾ മനു ടെമ്പിൾ എത്തിയിട്ടോ. ഭയങ്കര പീസ്ഫുള്ളാണ്. പിന്നെ എല്ലാ ടെമ്പിളിലെയും പോലെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. നമ്മൾ അവരെ കസ്റ്റംസിനെയും കൾച്ചറിനെയും റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ അധികം എടുത്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങി കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം അവിടെ റിവർ സൈഡിലൊക്കെ നിന്നു. അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ വ്യൂ എൻജോയ് ചെയ്യാനായിരുന്നു ഒന്നും കൂടി ആഗ്രഹം കേട്ടോ. നമ്മളങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ ഡോക്ടർ ട്രാവലർ എന്നുള്ളൊരു പേജിൻ്റെ പാക്കേജ് എടുത്ത്. അപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന ആളാണ് നമ്മുടെ ഗൈഡായിരുന്നു. ഡോളോറാം എന്ന പേര് കേട്ടോ. നല്ലൊരു ഗൈഡ് തന്നെയായിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഹഡിംപ ദേവി ടെമ്പിൾ ആയിരുന്നു കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് അവിടെ പോയി അവരെ കോസ്റ്റ്യൂമൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതും സാധിച്ചു. അതുപോലെ നോക്കിയാൽ കുറേ യാക്സ് ഉണ്ടായിരുന്നേ. യാക്ക് റൈഡ് എടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ അതൊന്നും എടുത്തില്ല. ഞങ്ങൾക്ക് പാവം തോന്നിയിട്ടോ, അവർ ഇത്രയും വെയിറ്റ് ക്യാരി ചെയ്ത് നടക്കണ്ടേ. പിന്നെ നമ്മൾ മോൾ റോഡിൽ പോയിട്ട് അവിടുന്ന് മിനി ഗുലാബ് ജാമുൻ കഴിച്ചു. അതുപോലെ തന്നെ കുറച്ച് പീനട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ടിബറ്റൻ മൊണാസ്ട്രി ആയിരുന്നു കേട്ടോ. അപ്പോൾ നേരം ഇരുട്ടാൻ തുടങ്ങി. അപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നേ. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഭയങ്കര തണുപ്പാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ അവിടുത്തെ സീനറി ഒക്കെ കണ്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്നുള്ള വൻവിഹാർ ആയിരുന്നു. പക്ഷേ അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു പാർക്ക് പോലെയാണ്. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പോഴത്തേനും ഇരുട്ടായി. അത് കഴിഞ്ഞ് നമ്മൾ മോൾ റോഡിലോട്ട് വന്നു. അവിടെ ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ തന്നെ നമുക്ക് ഐറ്റംസ് ഒക്കെ കിട്ടും. പിന്നെ മനാലി അത്യാവശ്യം ക്ലീൻ ആണ് കേട്ടോ. ഡൽഹി പോലെ അല്ല, നല്ല വൃത്തി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഇങ്ങനെ പാനിപ്പൂരി കഴിക്കണം എന്നുണ്ടായിരുന്നു. അത് ഡൽഹിയിൽ നിന്ന് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. എന്നിട്ട് ഇവിടെ മനാലി വന്ന് നമ്മൾ അത്യാവശ്യം ക്ലീനാന്ന് തോന്നിയ ഒരു സ്ഥലത്തു നിന്നാണ് ഇത് കഴിച്ചത്. ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചതെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാനിപ്പൂരി അവിടെ മോൾ റോഡിൽ നിന്ന് കഴിച്ച പാനിപ്പൂരിയാണ് കേട്ടോ. കുറേ പേരിങ്ങനെ സൈക്കിൾമേലൊക്കെ വിൽക്കണുണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. പിന്നെ നല്ല തണുപ്പായ കാരണം കൊണ്ട് നമ്മളൊരു ഹോട്ട് ബദാം മിൽക്കും അതുപോലെ തന്നെ റബ്ഡി വിത്ത് ജലേബി കഴിച്ചു കേട്ടോ. ഈ റബ്ഡി വിത്ത് ജലേബി വാസ് ഹെവൻ. ഇറ്റ് വാസ് സോ ഗുഡ്. ഞങ്ങൾ ഈ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഐറ്റം ഇത് തന്നെയാണ് കേട്ടോ, ജിലേബി വിത്ത് റബ്ഡി. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി അവരെ ലോക്കൽ ഡിഷായിട്ടുള്ള ലഫിങ്ങും സിഡും കഴിക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തി നമ്മൾ ലഫിങ് ആണ് ആദ്യം ട്രൈ ചെയ്തത്. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമായില്ല. സൗരവിന് അത്ര പോലും ഇഷ്ടമായില്ല. ഭയങ്കര എരിവായിരുന്നു. അവിടുത്തെ ലോക്കൽ ഡിഷായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രം. പക്ഷേ ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ടാൽ തീർത്ത് കേട്ടോ. പിന്നെ ആ എരിവ് മാറ്റാൻ വേണ്ടി നമ്മൾ 2 സോഫ്റ്റി ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മളത് കഴിച്ചുകൊണ്ട് കുറച്ച് നേരം ആ മോൾ റോഡിൽ കൂടെ നടന്നു കേട്ടോ. പിന്നെ ഒരു 7:30 ഒക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോയി. മനാലിയിൽ നമുക്ക് 3 days 3 nights ആയിരുന്നു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.